വെൽക്കം അഗെയിൻ ടു ദൻ മലയാളം. സോ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ്, കമൻറ്റ്സ്, ഡൗട്ട്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളും ദൻ ഫാമിലിയുടെ മെമ്പർ ആകാൻ ശ്രമിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഓരോരോ ടോപ്പിക്സായിട്ട് പഠിച്ച് നമ്മൾ മുന്നേറുന്ന ഭാഗമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജി ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരു ഡയറക്ഷണൽ സ്ട്രാറ്റജി ബിൽഡിങ്ങാണ്, നോട്ട് നോൺ ഡയറക്ഷണൽ. നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ലേസി സ്ട്രാറ്റജീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന നോൺ ഡയറക്ഷണൽ, ഏത് സൈഡിലേക്ക് മൂവ് ചെയ്താലും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ കിട്ടാവുന്നതിൻ്റെ സ്ട്രാറ്റജീസിനെ നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയും. ബട്ട് ഹിയർ നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത് ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഡയറക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരുന്നു? നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ, വരാൻ പോകുന്ന ഒരു മാസത്തിലോ 2 മാസത്തിലോ, ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രേഡിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച്. ഓൾവേസ് സ്ട്രാറ്റജീസ് മെയിൻലി വർക്ക് ഫോർ എന്താണ്, ഡെറിവേറ്റീവ്സിലാണ്, ഫ്യൂച്ചേഴ്സിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ്, അതിനെയാണ് നമ്മൾ അതൊരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നു. ഓക്കെ, സോ അത്തരം ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് എന്ത് ബേസിസിലാണ്? ഡയറക്ഷൻ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രോബബിലിറ്റി, നമ്മുടെ വ്യൂ അനുസരിച്ചിട്ട്. ഒരിക്കലും നമുക്ക് 100% ഡയറക്ഷൻ ഔട്ട്സൈഡിലാണ് അല്ലെങ്കിൽ ഡൗൺ സൈഡാണെന്ന് നമുക്ക് ഒരിക്കലും 100% ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ആസ് പെർ അവർ അനാലിസിസ്, നമ്മുടെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ അത് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, ഡൗൺ സൈഡ് ഓർ അപ്പ് സൈഡിലേക്കായിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അത്തരം കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ നമ്മളുടെ സ്ട്രാറ്റജിയെ, നമ്മളുടെ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, സ്റ്റോപ്പ് ലോസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എത്ര ലോസ് വരെ നമുക്ക് അഫോർഡ് ചെയ്യാം, എത്ര മാക്സിമം പ്രോഫിറ്റിലേക്ക്, നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ എത്ര മാക്സിമം പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത്രയും 4 പോയിൻറ്റ്സിനെ ബേസിസിൽ നമുക്കൊരു സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഡയറക്ഷനെ നമുക്ക് അനാലിസിസ് നടത്തിയിട്ട് അത് ബുള്ളിഷ് ആയിരിക്കുമോ ബെയറിഷ് ആയിരിക്കുമോ വരും ദിവസങ്ങളിൽ എന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ബേസിസിൽ എങ്ങനെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അത് ഫസ്റ്റ് നോർമൽ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനുശേഷം അതിന് ആഡഡ് ആയിട്ടൊരു അഡ്വാൻറ്റേജ് കൊടുക്കണമെങ്കിൽ എങ്ങനെ അതിന് അഡ്വാൻറ്റേജ് കൊടുത്ത് ഏത് രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ട്രേഡ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ ആ ഒരു സ്ട്രാറ്റജിക്ക് നമുക്ക് ഒരു അഡീഷണൽ സ്ട്രെങ്ത് കൂടി കൊടുക്കാം ഫോർ ബെറ്റർ ഇംപ്രൂവ്മെൻറ്റ്. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാനും നെഗറ്റീവിലേക്ക് പോയാൽ നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടു അവർ സ്ക്രീൻ. അതിനോടൊപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് HDFC AMCയുടെ ഒരു ചാർട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം HDFC AMC. എൻ്റെ വ്യൂ പ്രകാരം HDFC AMC ഞാൻ വരാൻ പോകുന്ന, അതായത് നൗ വി ആർ ഇൻ ഏപ്രിൽ മന്ത്, ബട്ട് ഞാൻ ഏപ്രിൽ മന്ത് ഓൾമോസ്റ്റ് വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് ദി ഏപ്രിൽ മന്ത് ഇൻ അനദർ 1 week, 10 മാക്സിമം അനദർ ഹാർഡ്ലി 6 ട്രേഡിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 7 ട്രേഡിംഗ് ഡേയ്സേ മിച്ചമുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വ്യൂ ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് HDFC AMC എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്, അത് വരാൻ പോകുന്ന ഒരു മാസം മീൻസ് മെയ് മന്ത്, ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്ത മെയ് മന്ത് അത് ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണെന്നുള്ളതാണ് ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത, ആസ് എൻ ഇൻഡിവിജ്വലി ഞാൻ ആ ഒരു ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുള്ള റീസൺ എങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബ്രീഫ് നിങ്ങൾക്ക് തരാം. അത് ബേസിസിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഇന്ന
ഇന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കോർ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നോൺ ഡയറക്ഷണൽ അല്ല, ഡയറക്ഷണൽ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് തൊട്ട് മുന്നോടിയായിട്ട് എങ്ങനെ അത് ഏത് സ്റ്റോക്കിൽ നമ്മൾ അത് ട്രേഡ് ചെയ്യും, അത് എങ്ങനെ ആ സ്റ്റോക്ക് കണ്ടെത്തും എന്നുള്ളതിൻ്റെ കൂടി ഒരു ചെറിയൊരു ആമുഖം മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ HDFC AMC സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ, ഇനീഷ്യലി നമ്മൾ എന്താ അറിയേണ്ടത്, കഴിഞ്ഞ വീക്കിൽ HDFCയുടെ പ്രീവിയസ് 3 months ക്വാർട്ടറിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് കമ്പാരിറ്റീവ്ലി സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷനേക്കാളും ലോ ആയിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രീനറിലേക്ക് വന്നു. സ്ക്രീനറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം HDFC AMC ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, അത് നോക്കൂ, മാർച്ച് 2025 ക്വാർട്ടറിൽ എത്രയായിരുന്നു? 14.9 ആയിരുന്നു EPS. ഇപ്പോൾ അത് ഡിസംബർ 2000, അത് തൊട്ട് മുന്നത്തെ ക്വാർട്ടർ 2025, നമ്മുടെ ഇപ്പോഴത്തെ മാർച്ച് 2026 ആണ്. തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ അത് 17 ആയിരുന്നു. വീണ്ടും ഇപ്പോഴത്തെ ക്വാർട്ടറിൽ അത് എത്രയായി? 14.55. ഇതിനർത്ഥം എന്താണ്? പോയ ഒരു വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷത്തെ മാർച്ചും ഈ വർഷത്തെ മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ലോ ആണ്. അതേമാതിരി കഴിഞ്ഞ ക്വാർട്ടർ ടു ദിസ് ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴും EPS ലോ ആണ്. ഇതാ നോക്കൂ, ഇവിടെ ബിലോ ഡൗൺ 3% കാണിക്കുന്നത് ഇയർ ഓവർ ഇയർ അത് 3% ഡൗൺ ആണ്. എന്നാൽ ക്വാർട്ടർ ഓവർ ക്വാർട്ടർ അതിനേക്കാൾ ഡൗൺ, നിയർലി 10%ഓളം ഡൗണിലേക്ക് തന്നെയാണ്. 10 അല്ല, ഓൾമോസ്റ്റ് 20%ഓളം ഡൗണിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ദെൻ കംസ് ടു നെറ്റ് പ്രോഫിറ്റ്. അതേമാതിരി ഇയർ ഓവർ ഇയർ കമ്പയർ ചെയ്യുമ്പോഴും ഡൗൺ ആണ്, ക്വാർട്ടർ ഓവർ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴും ഡൗൺ ആണ്. സെക്കൻഡ് പോയിന്റ്. അടുത്തെന്താണ്? എബിറ്റ് അല്പം കൂടിയിട്ടുണ്ട് കമ്പയറിംഗ് ടു ഇയർ ഓവർ ഇയർ, ബട്ട് ക്വാർട്ടർ ഓവർ ക്വാർട്ടർ അവിടെയും കുറഞ്ഞിരിക്കുകയാണ്. ഡിസംബർ ടു മാർച്ച് നോക്കുമ്പോൾ അവിടെയും അത് കുറവായിട്ടാണ് കാണുന്നത്. അടുത്ത് സെയിൽസ് നോക്കൂ. സെയിൽസിലും ഇയർ ഓവർ ഇയർ ഭേദപ്പെട്ട രീതി എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു 17% സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട്. ബട്ട് ക്വാർട്ടർ ഓവർ ക്വാർട്ടറിൽ സെയിൽസ് ഡൗണിലേക്ക് പോയിട്ടുണ്ട്. ഓവറോൾ ക്വാർട്ടർ ഓവർ ക്വാർട്ടർ ഡൗൺ, ഇയർ ഓവർ ഇയർ നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. PE റേഷ്യോ നോക്കൂ 41.5% ആൻഡ് മാർക്കറ്റ് ക്യാപ്പ് 1,18,000 crore മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ്. സോ പ്രൈസ് ദിസ് വൺ. ഇനി നമ്മൾ മിനിമം ആയിട്ട് ഇനി കുറച്ചും കൂടി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ രീതിയിൽ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? സ്റ്റോക്ക് PE നോക്കണം. ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? ഇൻഡസ്ട്രി PE ആയിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റോക്ക് PE 41 ആണെങ്കിൽ ഇൻഡസ്ട്രി PE 30 ആണ്. അപ്പോൾ 30യേക്കാൾ ഇനി അറൗണ്ട് 11.1 times അധികമാണ് ഇൻഡസ്ട്രി PEയേക്കാളും സ്റ്റോക്ക് PE ഇപ്പോൾ നിൽക്കുന്നത്. PE എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ. ഏർണിങ്സിനെ കമ്പയർ ചെയ്തിട്ട് പ്രൈസ് ഒരുപാട് മുകളിൽ നിൽക്കുന്നു. ഇതൊക്കെ ഡീറ്റെയിൽഡ് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റിയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അത് കയറി പഠിക്കാം. ഓരോന്നും എന്തൊക്കെയാണ്. ബുക്ക് വാല്യൂ നോക്കൂ, 215 ബുക്ക് വാല്യൂ ഉള്ളൂ. പക്ഷേ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 2,750 രൂപ. അതായത് ഓൾമോസ്റ്റ് നിയർലി 12 times. ഇവിടെ ഉണ്ടാവും നോക്കൂ. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കൂ, 12.9 times. കമ്പനിയുടെ യഥാർത്ഥ മൂല്യത്തെക്കാളും 12, ഏതാണ്ട് 13 times അധികമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് വാട്ട് ഈസ് ബുക്ക് വാല്യൂ? ബുക്ക് വാല്യൂവിന് ഇനിയൊരു പേരും കൂടെ പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി. നിങ്ങൾ 2,750 രൂപ കൊടുത്ത് ഒരു സ്റ്റോക്ക് ഇന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കമ്പനി തിരിച്ചു തരാൻ ബാധ്യത എത്രയുള്ള? വെറും 215 രൂപയെ തിരിച്ച് ബാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വാട്ട് ഈസ് ബുക്ക് വാല്യൂ? ഇറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി. നിങ്ങളൊരു ഷെയർ വാങ്ങിക്കുന്നു, പക്ഷേ വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 2,750 രൂപയ്ക്ക് വാങ്ങുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനർത്ഥം എന്താണ്? 2,750 രൂപയും നിങ്ങൾക്ക് കമ്പനി സപ്പോസ് നാളെ പൂട്ടിപ്പോവാണ്, നാളെ കമ്പനി അനൗൺസ്മെൻറ്റ് വരികയാണ്. നോട്ട് ഇൻ ടേംസ് ഓഫ് ഇത് ഏതൊരു കമ്പനിയുടെ റെക്കമെൻഡേഷൻ ആയിട്ടോ അനാലിസിസ് ആയിട്ടോ നിങ്ങൾ കണക്കാക്കരുത്. ഫോർ യുവർ ലേണിംഗ് പർപ്പസ് ഞാൻ പറയുകയാണ്. വാട്ട് ഈസ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി എന്ന് പറയപ്പെടുന്നു. അതായത് കമ്പനിയുടെ യഥാർത്ഥ മൂല്യം. നമ്മൾ 10 രൂപ കൊടുത്തൊരു ഷെയർ വാങ്ങുന്നു, പക്ഷേ അത് ഷെയർ മാർക്കറ്റിൽ നിന്നും 10 രൂപയ്ക്ക് വാങ്ങിച്ചാലും ആ കമ്പനിയുടെ യഥാർത്ഥ മൂല്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആസ്തി ശരിക്കും എത്രയായിരിക്കും? ചിലപ്പോൾ 2 രൂപയായിരിക്കാം, അല്ലെങ്കിൽ 3 രൂപയായിരിക്കാം. അതിനർത്ഥം കമ്പനിയുടെ കയ്യിലുള്ള മൊത്തം മൂലധനം അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് 3 രൂപയായിരിക്കാം. പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് അതിൻ്റെ വില ഡിമാൻഡ് ഇപ്പം 2 രൂപ തക്കാളി കർഷകൻ്റെ കയ്യിൽ നിന്ന് കിലോയ്ക്ക് 5 രൂപയ്ക്ക് നിങ്ങൾ തക്കാളി വാങ്ങുന്നു. പക്ഷേ അതേ ഇത് നിങ്ങൾ ചന്തയിൽ പോയി കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് 1 കിലോ വാങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിൻ്റെ
യഥാർത്ഥ മൂല്യം 5 രൂപയേ ഉള്ളൂ, പക്ഷെ നമ്മൾ വാങ്ങിച്ചത് 20 രൂപയ്ക്കാണെന്നത്. അതേമാതിരിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും. വാട്ട് ഈസ് ബുക്ക് വാല്യൂ? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് യഥാർത്ഥ മൂല്യം 215 രൂപയുടെ സാധനം നമ്മൾ 2750 രൂപയ്ക്ക് നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ അത് ഒരുപാട് കൂടുതലാണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത് തിരിച്ച് 215 വരുമെന്ന അർത്ഥമല്ല. എന്നാലും കമ്പയറിംഗ് ടു ഇൻഡസ്ട്രി ബുക്ക് വാല്യൂ നോക്കൂ, ഒരു ആവറേജ് ഇൻഡസ്ട്രി ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 8.5 മടങ്ങ് അധികമാണ്. പക്ഷേ അതിനേക്കാളും ഇത് വീണ്ടും കൂടി നിൽക്കുന്നു. ദാറ്റ്സ് അനദർ നെഗറ്റീവ് സൈഡ്. അനദർ ഓവർ വാല്യൂഡ്, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡിലാണ് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ദെൻ കംസ് ടു അടുത്ത് നോക്കുക, ROC കൊള്ളാം, നല്ലതാണ്, 42.9%. ROE കൊള്ളാം, 32.9. അതൊക്കെ നല്ല കാര്യമാണ്. അടുത്ത് നോക്കൂ, നിങ്ങൾ കറണ്ട് റേഷ്യോ 1 താഴെ നിൽക്കുന്ന, കാരണം ഇത് ബാങ്കിങ് സൈഡ് കമ്പനിയാണ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയതുകൊണ്ട്. എന്നാൽ നോട്ട് ബാങ്കിങ് കമ്പനി, ദിസ് ഈസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. HDFC എന്നുള്ള പേര് കേട്ടാൽ ഉടനെ എല്ലാം ബാങ്കിങ് കമ്പനി അല്ല. ഇത് എന്താ പറയുക, അവരുടെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ കുറവ് തന്നെയാണ്. അത് 1 താഴെയാണ് നിൽക്കുന്നത്, 1 മുകളിൽ വേണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക എന്താണെന്നുള്ളത്. EPS നോക്കൂ, 66 രൂപയാണ്. ഒരു വർഷത്തെ അവരുടെ ടോട്ടൽ ഈ കമ്പനി സമ്പാദിച്ചത് ഒരു വർഷം കൊണ്ട് എത്രയാണ്? 66 രൂപ 80 പൈസയാണ് അവർ സമ്പാദിച്ചത്. ഓക്കെ, അതിന് ആനുപാതികമായിട്ട് എത്ര ടോട്ടൽ വളർന്നു എന്നുള്ളതാണ് 41 ടൈംസ്. അപ്പോൾ ഈ 66.8 നിങ്ങൾ 41 ടൈംസ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും, 2759 രൂപ നിങ്ങൾക്ക് കിട്ടും. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. സോ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഹൈലി ഓവർ വാല്യൂഡ് എന്ന് നമുക്ക് കാണാം. ദെൻ കംസ് ടു PG റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് PE റേഷ്യോ ഇവിടെ കണ്ടു. വാട്ട് ഈസ് PG റേഷ്യോ? ഗ്രോത്തിന് ആനുപാതികമായിട്ടാണോ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ നമുക്ക് PE റേഷ്യോ എന്ന് പറയുന്നു. അത് ഏർണിങ്സ് അപേക്ഷിച്ചിട്ടുള്ള അതിൻ്റെ ഷെയർ മാർക്കറ്റിലെ വളർച്ചയാണ് PE റേഷ്യോ. അങ്ങനെയാണെങ്കിൽ PG റേഷ്യോ എന്താണ്? ഗ്രോത്ത് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 വർഷത്തെ PG റേഷ്യോ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റേഷ്യോ ആണ് കേട്ടോ, ഒരിക്കലും കറണ്ട് റേഷ്യോ അല്ല. ഹിസ്റ്റോറിക്കൽ റേഷ്യോയിൽ പ്രീവിയസ് 3 വർഷത്തെ അതിൻ്റെ ഗ്രോത്തിന് ആനുപാതികമായിട്ട് പ്രൈസ്, ഈ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് വളർന്നിരിക്കുകയാണോ, അതോ അതിനെ ഓവർ വളർച്ചയാണോ, അതോ അത് ഇനിയും വളരാനുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന മെട്രിക്കിനെയാണ് PG റേഷ്യോ എന്ന് പറയുന്നത്. PG റേഷ്യോ ഇവിടെ എത്രയാണ്? 1.58 ആണ്. അത് ഓൾവേസ് 1 താഴെ നിന്നാൽ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ ഗ്രോത്തിന് ആനുപാതികമായിട്ട് PE വളർന്നുവോ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ 1 മുകളിലാണെങ്കിൽ ഓൾറെഡി 1 എന്ന് പറയുമ്പോൾ തന്നെ ഗ്രോത്തിന് ആനുപാതികമായിട്ട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ 1 മുകളിലാണെങ്കിൽ 1.5, അതായത് 150 ടൈംസ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ വർക്കൗട്ട് ചെയ്യാം. 150 ടൈംസ്, 100 ടൈംസ് വളരേണ്ടത് 150 ടൈംസ് വളർന്നിരിക്കുന്നു. 1.5 ഈസ് വെരി ഹൈലി എക്സ്പെൻസീവിലാണ് ഇപ്പോൾ ഈ പ്രൈസ് നിൽക്കുന്നു എന്നർത്ഥം. രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഇത് 1 താഴെ വന്നാൽ നല്ലതാണ്, പക്ഷേ അത് 1.58 ഉണ്ട്. ഇനി അടുത്ത് നോക്കൂ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 52% ഉണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. FIA ഹോൾഡിംഗ് 24% ഉണ്ട്. ചേഞ്ച് ഇൻ FI പുതുതായിട്ട് വീണ്ടും FIAs വീണ്ടും അവർ 0.46 ആഡ് ചെയ്തിട്ടുണ്ട്. DIAs 14% ഉണ്ട്. ദെൻ ഞാൻ ആ ഫ്രാക്ഷൻസ് പറയുന്നില്ല, അവർ കുറച്ച് 0.48% കുറച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ദെൻ പിന്നെ പ്രോഫിറ്റ്, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് നോക്കൂ, 26%. 26% 3 വർഷം കൊണ്ട് ഒരു പ്രോഫിറ്റ് സമ്പാദിച്ചു. നിങ്ങൾ ഇതെങ്ങനെ ഈ റേഷ്യോ PG റേഷ്യോ എങ്ങനെ കിട്ടി? 41 ഡിവൈഡഡ് ബൈ 26 നോക്കൂ, 41 ഡിവൈഡഡ് ബൈ PE റേഷ്യോ 41.4 അല്ലേ? 41.4 ഡിവൈഡഡ് ബൈ എത്രയാ? 26 1 minute, 41.4 divided by 26.2 സമം 1.58. നിങ്ങൾ അതായത് സ്റ്റോക്ക് PE 41.4 ഡിവൈഡഡ് ബൈ കഴിഞ്ഞ 3 വർഷത്തെ വളർച്ച 26%. 26% വളർന്ന കമ്പനിക്ക് 26% ആ വളർച്ച കമ്പനി കൊടുത്തു. അതിന്
ആണോ ഷെയർ മാർക്കറ്റിൽ ആ പ്രൈസ് കൊടുത്തേക്കുന്നു ചോദിച്ചാൽ അതിനും മുകളിൽ കൊടുത്തു കഴിഞ്ഞു, അതുക്കും മേലെ എന്ന് പറയുന്ന മാതിരി അതിനും മുകളിൽ കൊടുത്തു കഴിഞ്ഞു. 1.58 ടൈംസ് അത് വളർത്തി കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഹ്യൂജ്. അപ്പോൾ ഇത് താഴേണ്ടതുണ്ട് ഫോർ ആർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം മെട്രിക്സിനെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവർ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ താല്പര്യപ്പെടുത്തുള്ളൂ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഓൾസോ എ നെഗറ്റീവ് മാർക്ക് ദാറ്റ് പ്രൈസ് വിൽ നോട്ട് ഗോ ബി മച്ച് ഹയർ ദാൻ ഇറ്റ് വിൽ ട്രൈ ടു കം ഡൗൺ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം നാളെ അങ്ങ് എല്ലാം കൂടി ഇടിഞ്ഞ് വീഴുന്നൊന്നും ആരും ധരിക്കരുത്. നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക് എത്തേണ്ടുന്ന ഓരോരോ ഫാക്ടേഴ്സ് ഞാൻ എന്തുകൊണ്ട് ആസ് ആൻ അനലിസ്റ്റ്, ആസ് എ ട്രേഡർ, ഞാനൊരു സ്റ്റോക്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റോക്ക് ബിയറിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരിക്കലും ആപേക്ഷികമാണ്, ഒരിക്കലും 100% റിയാലിറ്റിയിൽ കറക്റ്റായിട്ട് വരണമെന്നില്ല. പക്ഷേ നമ്മൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാകും. നമ്മുടെ മുമ്പിലുള്ള ഡേറ്റാസിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്, നമ്മുടെ വ്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഫാസ്റ്റായിട്ട് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 80%, നല്ല മാർജിനുള്ള കമ്പനിയാണ്. 80% മാർജിനുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറും അതേമാതിരി 80% മാർജിൻ ഉണ്ടാക്കി. നമ്പർ ഓഫ് ഷെയർസ് വളരെ കുറവാണ്, 42 കോടി ഷെയർസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, 42.8. ഓക്കെ, ദെൻ ഗ്രോത്ത് 16%. ലാസ്റ്റ് 5 ഇയേഴ്സ്, ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുക, അത് 26% ആയിട്ട് വളർന്നു. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒരുപാട് കൂടുതലാണ്. അവർക്ക് ഡെപ്റ്റേ ഇല്ല, എന്നാലും ഇൻട്രസ്റ്റ് കവറേജ് ഡെപ്റ്റ് വരികയാണെങ്കിൽ എത്ര അവർക്ക് കവറേജ് റേഷ്യോ ഉണ്ട്? 281 ടൈംസ് അവരുടെ ലാഭത്തിൽ നിന്ന് അവർക്ക് കടം വീട്ടാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ്. കംപ്ലീറ്റ്ലി സെയിൽസ് ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് 5 വർഷത്തെക്കാളും 3 വർഷം. ഇൻട്രിൻസിക് വാല്യൂ, അതായത് ബുക്ക് വാല്യൂ 215, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2750, ഇൻട്രിൻസിക് വാല്യൂ നോക്കൂ 1054, അതായത് 215 മുകളിലേക്ക് തന്നെയാണ് വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ പരമാവധി ഇനി അത് താഴുകയാണെങ്കിൽ ഈ 1050-നും 2750-നും ഇടയ്ക്ക് നല്ല ഹ്യൂജ് ഡിഫറൻസിൽ ഓൾമോസ്റ്റ് 1700 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ 1700 നിന്നും എങ്ങനെ പോയാലും വരാൻ പോകുന്ന 2, 3, 4, 5, 6 മാസത്തിനുള്ളിൽ ഈ ഒരു കമ്പനിയുടെ പ്രൈസ് 2700 നിന്നും കുറഞ്ഞ പക്ഷം ഒരു 2000-ലേക്കെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന പാഠം. സോ അടുത്ത ഫ്രീ ക്യാഷ് ഫ്ലോ റിട്ടേൺ, പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് 17% വളർന്നു, കഴിഞ്ഞ ഒരാഴ്ചയിൽ അത് 9% വളർന്നിരിക്കുന്നു. അതൊക്കെ ശരി തന്നെയാണ്. ദിസ് ഈസ് ഫണ്ടമെൻ്റലി, ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ് കേട്ടോ. ഇത് ഫണ്ടമെൻ്റലിനെ പറ്റി ഒന്നും മനസ്സിലാകാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ അത് പഠിക്കുക തന്നെ വേണം, അതിന് വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ട്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഒരിക്കലും 100% ആവണമെന്നില്ല, ഞാൻ വീണ്ടും പറയുന്നു. അടുത്തത് നോക്കൂ, നമുക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കാം. ടെക്നിക്കൽ സൈഡ് നോക്കൂ, ദിസ് ഇസ് RSI. പ്രീവിയസ് ഹൈ എന്താണെന്ന് പറയുന്നത് ഇവിടെയാണ്, 2892 വരെ പോയി. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടു ഏതാണ്ട് 18% വളർന്നു. അതിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 9.8 സംതിങ്% ഇത് ഹൈയിലേക്ക് പോയി. പക്ഷേ ഇപ്പോഴത്തെ ഏർലിയസ്റ്റ് കഴിഞ്ഞ വീക്കിലാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടേ ഉള്ളൂ. റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് തന്നെ അത് മുകളിൽ നിന്ന് പതുക്കെ താഴ്പോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നു. അതേമാതിരി 5 ഡേ മൂവിങ് ആവറേജും ഇന്നത്തെ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഇവിടെ വരാനോ അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ താഴ്പോട്ടേക്ക് വരാനോ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് വീണ്ടും മെല്ലെ മെല്ലെ താഴ്പോട്ടേക്ക് ഒരു മാസത്തിനുള്ളിൽ വരാനുള്ള സാധ്യത ഏറെയാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കലി ഇത് എന്താ പറയുക, ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് താഴ്പോട്ടേക്ക് വന്നിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് ഒരു ഹൈയിലേക്ക് പോയി, ദെൻ എഗെയിൻ ലോയിലേക്ക് വന്നു, വീണ്ടും ഹൈയിലേക്ക് പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടുത്തെ ലോയിൽ നിന്നും ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു, എന്നിട്ടൊരു ഹൈ പോയിട്ട് വീണ്ടും ലോയിലേക്ക് വന്നു. ലോയിലേക്ക് വന്നത് ഈ ഒരു ലെവലിനും താഴെ വീണ്ടും അത് പോയി, കണ്ടോ? ഈ പ്രീവിയസ് ലോയേക്കാളും താഴെ പോയിട്ട് വീണ്ടും ഇതൊരു ഫേക്കായിട്ടുള്ള ഒരു ട്രെൻഡ് അപ്സൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഐ ആം നോട്ട് എ
100% മാർക്കറ്റ് പ്രെഡിക്റ്റർ അല്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനാലിസിസ് പാർട്ടിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, എൻ്റെ വ്യൂവിൽ അപ്പോൾ എന്താണ് ഈ താഴെ വന്നിട്ട് തിരിച്ച് ഇങ്ങടേക്ക് കയറിയത്, ഇത് വരാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഏറ്റവും അവസാനം വന്ന റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രതീക്ഷ കാരണം സഡനായിട്ടൊരു സ്പൈക്ക് കൊടുത്തതാവാം എന്നുള്ളതാണ്. അതൊരു ഫേക്ക് ഔട്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഇത് ഇവിടെ നിന്ന് ലോയിലേക്ക് വന്നു, തിരിച്ച് ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇനി തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് ഏതാണ്ട് ഈ ഒരു ലോ വരെ വരികയും പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഇവിടെ വരെ വരികയും പിന്നെ ഇവിടെ നിന്ന് വീണ്ടും അടുത്ത ലോയിലേക്ക് പോകാനുമാണ് സാധ്യത കൂടുതൽ. അടുത്ത ലോ എന്ന് പറഞ്ഞാൽ നോക്കൂ, അപ്പോഴേക്കും പ്രൈസ് 1800, വീണ്ടും അത് 2000 അല്ല, അറൗണ്ട് 1800 മുകളിൽ ഏതാണ്ട് ഈ ഒരു ലെവൽ നോക്കൂ, ഏതാണ്ട് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വരാൻ പോകുന്ന 6 months അല്ലെങ്കിൽ 3 to 6 months ടൈമിനുള്ളിൽ കുറഞ്ഞത് ഈ ഒരു ലെവലിലേക്കെങ്കിലും പ്രൈസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വ്യൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് 6 മാസമൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല. ദെൻ വി ഗോ ടു ദ സ്ട്രാറ്റജി ബിൽഡിംഗ് പോയിന്റ്. ഇനി അടുത്ത് എന്താണ് സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം? നമുക്ക് നേരെ ധനിലേക്ക് പോവാം, നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. അവിടെ നിന്ന് നമ്മൾ എന്തിലേക്ക് പോവാം? നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, നേരെ ബിൽഡ് സ്ട്രാറ്റജി ഓൺ ഓപ്ഷൻ ട്രേഡേഴ്സ്. ഓപ്ഷൻ ട്രേഡറിൽ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വിൻഡോയിലേക്ക് വന്നു, ഓപ്ഷൻ ട്രേഡറിലേക്ക് വന്നു, OT പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിനെയാണ് OT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സ്ട്രാറ്റജി ബിൽഡർ സെലക്ട് ചെയ്യുക. ഇവിടെ ബിൽഡ് സ്ട്രാറ്റജി 4 എന്നുള്ളതിൽ നിങ്ങൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. HDFC AMC ടൈപ്പ് ചെയ്യുമ്പോൾ HDFC AMC വന്നു. ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ടുന്നത് എന്താണ്? നിങ്ങൾ അവിടെയും ബുദ്ധിമുട്ടില്ല, നേരെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ അനലൈസ് എന്നൊരു ഓപ്ഷൻ കാണും. അനലൈസിൽ പോയിട്ട് നടുവിലത്തെ പോപ്പുലർ സ്ട്രാറ്റജീസ്. ഇത്രയൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾ വേറെ ഒരിടത്തും ലഭിക്കത്തില്ല ഈ ധനിലല്ലാണ്ട്. അത് ഞാൻ വീണ്ടും പറയാം, ധൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ വന്ന് നോക്കൂ, അനലൈസ് നമ്മൾ പോപ്പുലർ സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ബുള്ളിഷ്, ബിയറിഷ്, നോൺ ഡയറക്ഷൻ, എനി ഡയറക്ഷൻ, ഇത്രയും സ്ട്രാറ്റജീസ് റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ്. അതിൽ നമ്മുടെ വ്യൂ എന്താണ്? ഡയറക്ഷനാണ്. ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരാൻ പോകുന്ന ഈ എക്സ്പയറി അല്ല, അടുത്ത എക്സ്പയറിയിലെങ്കിലും മെയ് അവസാനത്തിനുള്ളിൽ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നും ഒരു നല്ലൊരു ശതമാനം താഴ്പോട്ടേക്ക് വരും. കംപ്ലീറ്റ് താഴ്പോട്ടുന്നല്ല, റീസണബിളായിട്ട് താഴ്പോട്ടേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. അങ്ങനെയാണ് നമ്മൾ ബിയറിഷ് ക്ലിക്ക് ചെയ്യുക. ബിയറിഷിൽ തന്നെ 3 തരം സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന് പുട്ട് റേഷ്യോ സ്പ്രെഡ് എന്ന് പറയും. റേഷ്യോ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റേഷ്യോ, അതായത് ഇപ്പോൾ ATMൽ നിന്ന് നിങ്ങൾ ഒരു റേഷ്യോസിൽ തന്നെ 2 റേഷ്യോ ഉണ്ട്. എന്താണ്? ഒന്ന് ക്രെഡിറ്റ് സ്പ്രെഡും ഉണ്ട്. പുട്ട് ഇതൊക്കെ സ്പ്രെഡ്, ഈ റേഷ്യോടെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇതിനെ പുട്ട് സ്പ്രെഡ്, കോൾ സ്പ്രെഡ്, പുട്ട് സ്പ്രെഡ്, കോൾ സ്പ്രെഡ്, പുട്ട് റേഷ്യോ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബൈയിനെയും സെല്ലിനെയും, ഇപ്പോൾ കോൾ സൈഡ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ATMലുള്ള ഒരു കോളിനെ സെല്ല് ചെയ്തിട്ട് ഹയർ പ്രൈസിൽ ഉള്ള ഒരു കോളിനെ നിങ്ങൾ സെല്ല് ചെയ്തിട്ട് ലോവർ പ്രൈസിലുള്ള ഒരു കോളിനെ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയാം. അതേമാതിരി ലോവർ കോസ്റ്റിലുള്ള ഒരു കോളോ പുട്ടോ നിങ്ങൾ സെല്ലും ചെയ്തിട്ട് ഹയർ പ്രൈസിലുള്ള ഒരു കോളോ അതേ കോളോ പുട്ടോ തന്നെ നിങ്ങൾ ബൈ ചെയ്യുവാണെങ്കിൽ അതിനെ ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. ഓക്കെ, അതിനെപ്പറ്റി മോർ ഡീറ്റെയിൽസ് ഞാൻ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പുതിയ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പുതുതായിട്ട് ഫ്രഷായിട്ട് വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ വേണ്ടുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും നമ്മൾ എപ്പോഴും പുട്ട് റേഷ്യോ എടുക്കരുത്, പകരം ബിയർ കോൾ സ്പ്രെഡിലേക്ക് തന്നെ പോകണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോൾ ബൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ കോൾ സെല്ല് ചെയ്യുന്നാൽ അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് താഴ്പോട്ടേക്ക് പോകുമ്പോൾ സെല്ലേഴ്സിന് ലാഭം കിട്ടണം. അപ്പോൾ കോൾ സ്പ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗുണം എന്ന് വെച്ചാൽ അത് ക്രെഡിറ്റ് സ്പ്രെഡായിട്ട് മാറും. എന്തുകൊണ്ടാണ്? നമ്മൾ ഹയർ പ്രീമിയത്തിന് നമ്മൾ സെല്ലും ചെയ്യുന്നു, ലോവർ പ്രീമിയത്തിന് നമ്മൾ ബൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കോൾ സ്പ്രെഡ് തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഇതിൽ തന്നെ കോൾ സ്പ്രെഡിൽ തന്നെ ഡിഫറെൻറ്റ്
ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. 6,000 രൂപ ലാഭം കിട്ടാൻ സാധ്യതയുള്ളതുണ്ട്, 9,000, 12,000, 13,000, 18,000. ഞാൻ ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നത് ഏതാണെന്ന് തന്നെ നമുക്ക് നോക്കി 25,000 രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള സ്ട്രാറ്റജി ഉണ്ടെന്ന് വെക്കാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നോക്കൂ, ഇതാണ് ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. എന്താണ് ക്രെഡിറ്റ് സ്പ്രെഡ്? നോക്കൂ, നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്ന ലെഗ് 22,660 ലെഗ് സെല്ല് ചെയ്യുകയാണെങ്കിൽ 121 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രീമിയം. എന്നാൽ ബൈ ചെയ്യുന്ന ലെഗിൻ്റെ വില നോക്കൂ, വെറും 37 രൂപയുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ പ്രീമിയം ആർക്കാനുള്ള സെൽ ലെഗിലാണ്. സോ ക്രെഡിറ്റ് സ്പ്രെഡാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മാക്സിമം പ്രോഫിറ്റ് നോക്കൂ, മാക്സിമം പ്രോഫിറ്റ് 25,000 രൂപ മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം ലോസ് എത്രയാണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നേക്കാണ്. ഇതിനപ്പുറം നമുക്ക് ലോസ് ഇല്ല, 16,000 ലോസ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ സ്പ്രെഡ് സ്ട്രാറ്റജിയാണ്. ഇതിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി, ഞാൻ ഇതിനെ തന്നെ രാവിലെ തന്നെ ഞാൻ ഈ സ്ട്രാറ്റജി എടുത്തായിരുന്നു, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, പൊസിഷനിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. നോക്കൂ, HDFC AMC ഞാൻ ഇതിനെ സ്പ്രെഡ് അതേമാതിരി നിങ്ങൾക്ക് കണ്ട മാതിരി തന്നെ ഞാൻ എന്താ ചെയ്തേക്കുന്നത്, ബിയർ കോൾ സ്പ്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. നോക്കൂ, രണ്ടും കോൾസ് തന്നെയാണ്. ഹയ്യസ്റ്റ് കോൾ എത്രയാണ്? 139 രൂപയുടെ മെയ് മന്ത്. കണ്ടോ, ഞാൻ ഏപ്രിലല്ല എടുത്തേക്കുന്നത്, മെയ് മന്ത് എക്സ്പയറിയുടെ എത്രയാണ്? 139 രൂപയുടെ കോളിനെ ഞാൻ സെല്ലും ചെയ്തു, 39 രൂപയുടെ കോൾ ലെഗിന് ഞാൻ ബൈയും ചെയ്തു. ഈ 139 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 139 നിന്ന് 39 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100 അല്ലേ? അപ്പോൾ ഇതിനർത്ഥം എന്താണ്? എനിക്ക് ഇത് എക്സ്പയറി ടൈം ആകുമ്പോഴേക്കും ഇതിൽ നിന്നും ഈ 139 കുറഞ്ഞ് 0 ആവുകയാണെങ്കിൽ എനിക്ക് ഒരു ലോട്ടിന് എത്രയാണ്? 300 ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ 300 × 100 30,000 റുപ്പീസ് എനിക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ വ്യൂ പോയിന്റ്. മാർക്കറ്റ് പ്രൊവൈഡഡ് ഡയറക്ഷനിലാണ്, താഴ്പോട്ടേക്ക് വരണം, ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേൽപോട്ട്. എന്നിട്ട് ഞാൻ എടുത്തതിന് ശേഷം ഇന്ന് എന്താ സംഭവിച്ചത്? വീണ്ടും മുകളിലേക്ക് പോയിരിക്കുന്നു. അത് ഫസ്റ്റ് ഡേ അല്ലേ ഉള്ളൂ, ഇനിയും കിടക്കുന്നു. നമുക്ക് അറൗണ്ട് 30 ഡേയ്സോളം ട്രേഡിംഗ് ഡേയ്സ് കിടപ്പുണ്ട്. മൈ വ്യൂ പോയിന്റ് സ്ലോലി ഇറ്റ് വിൽ കം ഡൗൺ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മൈ സ്ട്രാറ്റജി. ഇനി ഇതിലേക്ക് അഡീഷണലി നമ്മൾ ഒരു സ്റ്റെപ്പ് ഹെഡ് നമ്മൾ ഇതിനെ ഒന്നുകൂടി നമുക്ക് എന്താ പറയുക, പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂട്ടാൻ, നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെന്നാണ് നമുക്ക് വ്യൂ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അതിനെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് കോളിൽ ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുന്നു. അതേമാതിരി അതിൻ്റെ വില എത്രയാണ്? 39 രൂപ ഇവിടെ വിലയുള്ള കോൾ ഓപ്ഷൻ. ഇപ്പോൾ വില എത്രയാണ്? 41 രൂപയിൽ നടക്കുന്ന വിലയാണ്. അതേമാതിരി ഇതേ 41 രൂപ വിലയുള്ള ഇനിയൊരു പുട്ട് ഓപ്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ ബൈ ചെയ്യണം. സിമ്പിൾ ലോജിക്. നമുക്ക് നോക്കാം. നോക്കൂ, HDFC AMCയുടെ ഓപ്ഷൻ ചെയിനിലേക്ക് പോവാം. ഓപ്ഷൻ ചെയിനിൽ പോകുമ്പോഴേക്കും നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓപ്ഷൻ ചെയിൻ വരും. അതിൽ നമുക്ക് ഇനി എന്താ വേണ്ടത്? സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് മാത്രമായിട്ട് വലിയ രീതിയിൽ നമുക്ക് ഓപ്ഷൻ ചെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഏത് മന്താണ്? മെയ് മന്ത് എക്സ്പയറിയിലേക്ക് പോവുക. കാരണം അതിലേക്കാണ് നമ്മൾ 2 ലെഗ്സും എടുത്തേക്കുന്നത്. അതിൽ 41 രൂപ വിലയുള്ള പുട്ട് ഓപ്ഷൻ നോക്കണമെങ്കിൽ എത്രയാണ് നോക്കേണ്ടത്? അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ ഇവിടെ പുട്ട് ഓപ്ഷൻ മെയ് മന്തിൽ അവൈലബിൾ ഓപ്ഷൻസ് LTP ഇങ്ങോട്ടേക്ക് വന്നാൽ അറൗണ്ട് 26 റുപ്പീസിൻ്റെ ഉണ്ട്, 37ൻ്റെ ഒന്നുണ്ട്. നോക്കൂ, 37ന് OA ഉണ്ടോ എന്ന് നോക്കണം. OA ഡേറ്റ അതും കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നതാണ്. 45 രൂപയുടെ ഒരു പുട്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. അതിന് അത്യാവശ്യം OA ഉണ്ട്, വോള്യൂം ഉണ്ട്. അപ്പോൾ ഈ സ്ട്രൈക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇവിടെയൊക്കെ കാണിക്കുന്നത് 0 എന്ന് കാണും. അതും നമ്മൾ സ്ട്രൈക്ക് കാണും, പക്ഷേ നമുക്ക് അവിടെ കോൺട്രാക്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ലിക്വിഡിറ്റി ഉള്ള കോൺട്രാക്റ്റ് തന്നെ നോക്കുക. വോള്യൂം ഇവിടെ ഉണ്ട്, ഇവിടെ OA ചേഞ്ച് ഉണ്ട്, ഇവിടെ OA ഉണ്ട്, OA വോള്യൂം ഉണ്ട്, വോള്യത്തിൻ്റെ ചേഞ്ച് ഉണ്ട്, ലോങ് ബിൽഡപ്പ് കാണിക്കുന്നുണ്ട്. സോ ഓൾ ടുഗദർ പുട്ട് ഓപ്ഷൻ നമ്മുടെ കോൾ ഓപ്ഷൻ എത്ര? 41 രൂപ. എക്സാക്റ്റ് റുപ്പീസ് നമുക്ക് ലഭിക്കണമെന്നില്ല. ഓൾമോസ്റ്റ് അത് 41 രൂപ. നമ്മളിത് 45 രൂപയുടെ ഒരു പുട്ട് ഓപ്ഷനും കൂടി നമ്മൾ ബൈ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് എന്തായിരിക്കുക? നമുക്ക് റിക്വയർമെൻറ്റ് നോക്കൂ, 13,000. കാരണം ഓൾറെഡി നമ്മൾ ഒരു ഹെഡ്ജ്ഡ് പൊസിഷൻ കിടപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും രൂപ കൊടുത്താൽ മതി. നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഒരു ബൈ കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓപ്ഷൻ ഓർഡർ ട്രിഗറായി. നമ്മളിവിടെ നമ്മുടെ ഇതിലേക്ക് വന്നിട്ട് ഓർഡേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സ് എന്ത് കാണാം? നോക്കൂ, HDFC
നോക്കൂ 45.70 നിൽക്കുന്നു. ഇതിപ്പോൾ ലിമിറ്റ് ഓർഡർ കിടക്കുന്നതുകൊണ്ടാണ് 45 രൂപയിൽ കിടക്കുന്നത്. ഞാനതിനെ മാർക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും സക്സസ് ആയി. ഇനിയിപ്പോൾ നോക്കൂ, നമ്മുടെ പൊസിഷനിൽ പോയിട്ട് നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച് നോക്കൂ, 45 രൂപ മാർക്കറ്റ് ഓർഡർ കൊടുത്തത് കൊണ്ട് അത് 46 മാറി. കറണ്ട് പ്രൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? ഇപ്പോൾ അതേമാതിരി നിങ്ങളുടെ സ്ട്രാറ്റജി ബിൽഡറിൽ വരൂ. ഇവിടെ നിന്ന് ഇത് നിങ്ങൾക്ക് നോക്കിയാലറിയാം. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു പുട്ട് ഓപ്ഷനും കൂടി അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 37 റുപ്പീസിൻ്റെ ഈ ഒരു പുട്ട് ഓപ്ഷനും കൂടി നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിരിക്കും. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാണോ അത് എൻ്റർ ചെയ്യുന്നത് അവിടെ നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ പോയിന്റിൽ മാറിയാൽ തന്നെ നിങ്ങൾക്ക് 0.12% നിങ്ങളുടെ വ്യൂ പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് കിടക്കുന്നു 30 ഡേയ്സ് ഇനി കിടപ്പുണ്ട്. ഇതിനുള്ളിൽ ഇത് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്താൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് മാറും. അതും വെറും 1% ഡൗണിലേക്ക് വന്നാൽ തന്നെ ഏതാണ്ട് 6,800 രൂപ പ്രോഫിറ്റ്. അതിങ്ങനെ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ ഒരു 5-6% ഡൗൺ പോയി കഴിഞ്ഞാൽ നോക്കൂ, വെറും 4% ഡൗണിലേക്ക് വരുമ്പോൾ തന്നെ 28,000 രൂപ പ്രോഫിറ്റ്. അത് എക്സ്പയറി ഡേറ്റ് അന്നാണെങ്കിലും അത്ര തന്നെ പ്രോഫിറ്റ്. ഏത് ദിവസം അത് വന്നാലും ആ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഫാസ്റ്റായിട്ടൊക്കെ ചിലപ്പോൾ ഈ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് താഴ്പോട്ടേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഹൈ പ്രോഫിറ്റിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഇനി ലോസ് നോക്കൂ, ലോസ് ഒബ്വിയസ്ലി നമുക്ക് ലിമിറ്റഡ് ആണ്. നമുക്ക് നമ്മൾ റിസ്ക് എടുത്തിരിക്കുന്നത് എത്രയാണ്? 95,000 റുപ്പീസ് ടോട്ടൽ റിക്വയർഡ് മാർജിൻ കാണിക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് ആവറേജ്ലി അറൗണ്ട് 1 ലാഖിന് താഴെ നമുക്ക് റിക്വയർമെൻറ്റ് കാണിക്കുന്നുള്ളൂ. അതിൽ നിന്നും 27,000 റുപ്പീസ് നമുക്കിത് ലോസ് 28% ലോസാണ്. ബട്ട് നമ്മൾ ഈ ഒരു റിസ്ക് എടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ചുമ്മാ ബ്ലൈൻഡായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് ഇന്ന സ്റ്റോക്ക് എടുക്കുക, ഇന്നതങ്ങ് ചെയ്യുന്നില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇവിടേക്ക് വരാൻ ഉള്ള സാഹചര്യങ്ങളെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നു കഴിഞ്ഞു. അതേമാതിരി നിങ്ങളും ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പാകത്തിന് ഞാൻ പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളത് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ നിങ്ങളുടെ നമ്പേഴ്സ് ഉൾപ്പെടെ അയക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് പഠിക്കൂ, ഫ്രീ ആയിട്ട് പഠിക്കൂ. നിങ്ങൾ കാശൊന്നും കൊടുക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ആ വിവരിച്ച് തന്ന് ഓർക്കുന്നുണ്ടോ? സ്ക്രീനറിൽ പോയിട്ട് എങ്ങനെയാണ് ഇതെല്ലാം നോക്കുന്നത്. നമ്മുടെ സ്കാനെക്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. സ്കാനെക്സിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം. ഇത് മാത്രമല്ല വേറെ ഒരുപാട് നിങ്ങളത് പഠിച്ചാൽ മതി. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ് എങ്ങനെയാണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ദന്നിൻ്റെ സ്കാനെക്സിലേക്ക് പോവുക. അവിടെ പോയിട്ട് നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. സോ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഒരു സ്റ്റോക്കിനെ നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുക. ഇതൊന്നും ഞാൻ ഈ പറയുന്നത് എന്തോ വലിയ എക്സ്പേർട്ടാണ്, ഞാൻ ഇത്രയും തുക അങ്ങ് നേടിക്കഴിഞ്ഞു എന്നുള്ള ധാരണയിലല്ല പറയുന്നത്. നമ്മൾ എന്തായാലും നമ്മളൊരു ഊഹക്കച്ചവടത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഊഹക്കച്ചവടം നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണാൻ ഉള്ള ശ്രമം നടത്തുക. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റും രേഖപ്പെടുത്തുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.